ആത്മീയമായി മരിച്ചവൻ ദൈവസന്നിധിയിൽ വന്നാൽ ഒരിക്കലും വായ തുറന്ന് ദൈവത്തെ ആരാധിക്കുന്നില്ല. പ്രിയരെ, ദൈവസന്നിധിയിൽ നാം ആരാധിക്കുമ്പോൾ വായു തുറന്ന് ശരിയായി ദൈവത്തെ ആരാധിക്കുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം പറയുന്നത് എന്താണ്? മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവർ ആരും യഹോവയെ സ്തുതിക്കുന്നില്ല, ദൈവത്തെ അവർ ആരാധിക്കുന്നില്ല. ഇവിടെ കാണുവാൻ കഴിയുന്നു, ദൈവസന്നിധിയിൽ ആരാധിക്കുമ്പോൾ വായു തുറന്ന് ദൈവം തന്നതായ ആരോഗ്യത്തിൽ ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ഇടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് നാം നന്ദി കൊടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നാം എന്താണ് ചിന്തിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. നീ മരിച്ചവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരാഴ്ച കാലം കടന്നു വന്ന് ദൈവത്തിന് നന്ദി കൊടുക്കുവാൻ കഴിഞ്ഞെങ്കിൽ ഓർത്തോണം, നീ മരിച്ചവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ നാം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉണർന്ന് എഴുന്നേൽക്കേണ്ടതായ സമയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എഫേസ്യരുടെ ലേഖനം 5-ാം അധ്യായം അതിലെ 14-ാമത്തെ വാക്യം വായിച്ചേ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരു മുന്നറിയിപ്പായിട്ട് നൽകുകയാണ്. ഉറങ്ങുന്നവനെ ഉണർന്ന് എഴുന്നേൽക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരിച്ചവരുടെ ആരുടെ ഇടയിൽ നിന്നാണ് ഇറങ്ങേണ്ടത്? മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ നിന്റെ മേൽ ക്രിസ്തു പ്രകാശിക്കുവാനിടയായി. നിന്റെ മേൽ ക്രിസ്തു പ്രകാശിക്കണമെന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? മരിച്ചവരുടെ ഇടയിൽ നിന്ന് നീ എഴുന്നേൽക്കണം. ഈ ദിവസങ്ങളിൽ ദൈവം ഇതിനെ മരിച്ച അവസ്ഥകൾ മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ മരിച്ച അവസ്ഥകളെ സ്വർഗത്തിലെ ദൈവത്തിന് നീ ഏൽപ്പിച്ചു കൊടുക്ക്. അത് മാറ്റുവാൻ, നിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുവാൻ സർവശക്തനായ ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽക്കാലം നാം ആരാധിക്കുന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം നാം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, ആരംഭകാലങ്ങളിൽ പെന്തക്കോസ്തിന്റെ ആരാധനകളിൽ പ്രാർത്ഥനയെയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും സ്തോത്രത്തിന്റെ ശബ്ദമൊക്കെ ദേശത്തെന്ന് മുഴങ്ങിയിരുന്നു. അന്ന് ഇൻസ്ട്രുമെന്റ്സ് ഒന്നുമില്ല. എന്താണ് ഉള്ളത്? 2 ഡ്രമ്മാണ്. ആ ഡ്രം അല്ലെങ്കിൽ പൊട്ടുന്ന വരെയുള്ള ആരാധനയാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് പല ഡ്രം സെറ്റുകളും ഡ്രം സെറ്റ് അല്ല ഡ്രം കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കിഴുത്തവന് അടിച്ച് കിഴുത്തവന് ഡ്രം സെറ്റിൽ എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്നത്തെ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധനയുടെ ശബ്ദം മുഴങ്ങുന്ന ശബ്ദമായിരുന്നു നമ്മുടെ ആരാധന എന്ന് പറയുന്നത്. ഇന്നത്തെ പോലെ ഉച്ചഭാഷയിൽ ആ കാലത്തുണ്ടായിരുന്നില്ലെങ്കിൽ വലിയ പുരുഷാരഘോഷം പോലെ, തകർന്ന ഇടിമുഴക്കത്ത് പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചപോലെ അവർ ദൈവത്തെ ആരാധിച്ച് സ്തുതിക്കുവാനിടയായി തീർന്നു എന്ന് നമുക്ക് വചനത്തിൽ കൂടെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിലെ നാം പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണ ആത്മാവോട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിന്റെ തേജസ് ആലയത്തിൽ മേൽ, ആരാധനയുടെ മേൽ ദൈവ തേജസ് ഇറങ്ങുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. നാം എങ്ങനെ ആരാധിക്കുന്നത്? പൂർണ്ണ ഹൃദയത്തോടെ. ഒരു ദേവദാസൻ പറഞ്ഞിട്ടുള്ള നീ ആരാധിക്കേണ്ടത് അടുത്തിരിക്കുന്നവരുടെ ആരാധന കണ്ടല്ല നീ ആരാധിക്കേണ്ടത്. ദൈവം നിനക്കായി തന്നിട്ടുള്ള സമയം, ആരോഗ്യം തന്നിട്ടുള്ള സമയം, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുന്നവരായി മാറട്ടെ ദിവസങ്ങളിൽ. പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് വേണ്ടി, അതിനുവേണ്ടി ഒരുങ്ങുന്ന ദിവസങ്ങളായി സ്വർഗ്ഗം തീർക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോഴാണ് ദൈവത്തിന്റെ തേജസ് ഇറങ്ങി എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് സന്തോഷിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തിയാൽ, ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഉണ്ടാകുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കുമ്പോൾ ചില പ്രശ്നത്തിന് പരിഹാരം വരുവാനിടയായി തീരും. നമ്മൾ ആരാധിക്കുമ്പോൾ ചില രോഗത്തിന്റെ കെട്ടുകൾ അഴിയുവാനിടയായി തീരും. നമ്മൾ ആരാധിക്കുമ്പോൾ ചില പൈശാചിക കോട്ടകൾ തകർന്ന് തരിപ്പണമാകുവാനിടയായി തീരും. നമ്മുടെ ആരാധനയെ ദൈവം പ്രവർത്തിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നീ ആരാധിക്കുന്നത് ആരെയാണ്? സ്വർഗ്ഗത്തിലെ ദൈവത്തിന് ആരാധന നൽകുമ്പോൾ നിന്റെ ആരാധനയെ ദൈവം തേജസ് ഇറങ്ങുന്ന ഒരു പകൽക്കാലമായി ഇന്ന് പകൽക്കാലം തീരണം. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി
നാം ഒരുക്കണം. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി നാം ഒരുങ്ങുന്നവരായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു ചടങ്ങായിട്ട് കടന്നു വന്ന് ആരാധന കഴിപ്പിക്കുവാനല്ല, ഒരു ചടങ്ങായി കടന്നു വന്ന് പ്രാർത്ഥിക്കുവാനല്ല, ഒരു ചടങ്ങായി കടന്നു വസിക്കുവാനല്ല. നിന്റെ ആരാധനയില് ദൈവ തേജസ്സ് ഈ നാളുകൾ ഇറങ്ങുവാൻ അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കുന്ന ഒരു പകൽക്കാലമായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 103 സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാണ് പറയുന്നത്, ഹല്ലേലൂയ, എന്താണ്? ഞാൻ നിന്റെ വായെ വിസ്താരത്തിൽ തുറക്കാതെ നിറയ്ക്കാമെന്ന് സങ്കീർത്തനക്കാരൻ ഹല്ലേലൂയ പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ സ്തുതി സ്തോത്രങ്ങളോട് ദൈവത്തെ മഹത്വപ്പെടുന്നതായി ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് 103 സങ്കീർത്തനത്തിൽ വ്യക്തമായി പറയുന്നു. 103 സങ്കീർത്തനം പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിലെ ചില രോഗസൗഖ്യത്തിന്റെ ജീവിതത്തിൽ വേണമോ ഇത് ആരാധന ദൈവത്തിന് കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില പ്രശ്നങ്ങൾക്ക് പരിഹാരപ്പെടോ ദൈവത്തിന് ആരാധന നൽകിക്കുക. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിന്റെ വായെ വിസ്താരത്തിൽ തുറക്കാം, ഞാൻ അതിനെ നിറയ്ക്കാമെന്ന്. പ്രൈസ് ദി ലോർഡ്. നീ തുറന്നെങ്കിൽ മാത്രമേ എന്റെ കർത്താവ് നിറയ്ക്കത്തുള്ളൂ. ഇത് പകൽക്കാലം നമുക്ക് അതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പകൽക്കാലമായി മാറട്ടെ. എത്ര പേർക്ക് ഇത് പകൽക്കാലം ആ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാനായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാഞ്ചയോടെ ദൈവത്തിന്റെ അടുത്ത് നിന്ന് ദൈവത്തിന് ആരാധന കൽപ്പിക്കുന്ന ഒരു പകൽക്കാലമായി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നാമതായി നമുക്ക് കാണുവാൻ കഴിയും, മരിച്ചവരും മൗനതയിൽ ഇരിക്കുന്ന ആരും ഇറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. രണ്ടാമതായി നമുക്ക് ചിന്തിക്കാം, ഹല്ലേലൂയ, സഭാപ്രസംഗികളുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 9-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം വായിച്ചേ. കാണുവാൻ കഴിയും, മരിച്ചവരോ ഒന്നും അറിയുന്നില്ല, മേലാൽ അവർക്കൊരു പ്രതിഫലവും ഇല്ല. പ്രൈസ്, അവരെ ഓർമ്മ പോലും വിട്ടുപോകുന്നുവല്ലോ. അന്നേരം മരിച്ചവർ എന്ത് ചെയ്തു? ഒന്നും അറിയുന്നില്ല. അതിൽ ജീവിച്ചിരിക്കുന്ന നാമാണ് ചിലർ അറിയേണ്ടത്. പ്രൈസ്, എന്താണ് അറിയേണ്ടത്? ദൈവത്തെ ആരാധിച്ചാൽ ദൈവ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ നടക്കുമെന്ന്, ദൈവത്തെ ആരാധിച്ചാൽ ദൈവിക വിടുതലയുടെ ജീവിതത്തിൽ നടക്കുമെന്ന് ജീവിച്ചിരിക്കുന്നവരാണ് അറിയുന്നത്. ഒരുവൻ ചുറ്റുപാടുകളോട് പ്രതികരിക്കുന്നില്ലെങ്കിൽ അവൻ മരിച്ചവരാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ വെറുതെ കിടന്നു ഇരുന്ന് കഴിഞ്ഞാൽ ഓർക്കണം, അവൻ മരിച്ചവരാണ്. പ്രൈസ് ദി ലോർഡ്. ചുറ്റുപാടുകളെ അനേകം ഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ജീവനുള്ള ദൈവമക്കൾ ആയിരിക്കണമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ്. നാം വിളിക്കുമ്പോൾ വിളി കേൾക്കുന്ന ഒരു കർത്താവിനെയാണ് നാം വിളിക്കുന്നത്. നമ്മൾ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് സഭാപ്രസംഗി പറയുന്നത്, മരിച്ചവരോ ഒന്നും അറിയുന്നില്ല, മേലാൽ അവർക്കൊരു പ്രതിഫലവുമില്ല. ജീവിച്ചിരിക്കുമ്പോൾ നാം ദൈവത്തെ ആരാധിക്കുന്നവരായി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നവരായി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമതായി നമുക്ക് ചിന്തിക്കാം, 107-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 18-ാമത്തെ വാക്യം വായിച്ചേ. അവർക്ക് സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി, അവർ മരണവാദികളോട് സമീപിച്ചിരിക്കുന്നു. അന്നേരം സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവർക്ക് സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി, അവർ മരണവാതിലുകളോട് സമീപിച്ചിരിക്കുന്നു. മരിക്കാറായ വ്യക്തിക്ക് സകലവിധ ഭക്ഷണത്തോട് എന്ത് ചെയ്യും? വെറുപ്പ് തോന്നും. ഒരു രോഗം പിടിച്ച് ഒരു വ്യക്തി അവിടെ കിടക്കുക, അവിടെ മുന്നിൽ കിടന്ന് ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ മട്ടൻ ബിരിയാണി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും? ഇതൊന്നും അന്നേരം അവർക്ക് അതുകൊണ്ട് ഏക്കത്തിന് കഴിക്കാൻ പോലും തോന്നത്തില്ല. അവർക്ക് വെറുപ്പ. കാരണം എന്താണ്? അവർ മരിക്കാറായി കിടക്കുകയാണ്. മരണവാതിലുകളോട് അവർ സമീപിച്ചിരിക്കുകയാണ്. നാളെ എങ്ങനായി മാറി, എങ്ങനായി തീരുമെന്ന് അവരുടെ ചിന്ത അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ എല്ലാത്തിനോടും പ്രതികരിക്കുന്നതായ ഒരു അവസ്ഥയിൽ കൂടി അവർ കടന്നു പോർക്കും. ഹല്ലേലൂയ. അവർക്ക് വേദവസ്ത്രം വായിക്കുന്നതിനോട് ഹല്ലേലൂയ വെറുപ്പ് തോന്നും, പ്രാർത്ഥിക്കുന്നതിനോട് വെറുപ്പ് തോന്നും, ഉപവസിക്കുന്നതിനോട് വെറുപ്പ് തോന്നും, സുവിശേഷം പറയുന്നതിനോട് വെറുപ്പ് തോന്നും. അല്ല, അവർക്ക് എല്ലാത്തിനോടും
ഒരു വെറുപ്പ് തോന്നുന്ന സമയമാണ്. കാരണം എന്താണ്? അവൻ മരിച്ചവനാണ്. ഇന്ന് പകൽക്കാലം ദൈവമേ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് നീ എഴുന്നേൽക്കുന്ന സമയമാണ്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയും? എത്ര പേർക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും? എന്റെ മരിച്ച അവസ്ഥകളെ സ്വർഗ്ഗത്തിലെ ദൈവം മാറ്റുന്ന ഒരു പകൽക്കാലമായി മാറണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ അവസ്ഥകളെ സമയത്തെ നീട്ടാൻ പോവുകയാണ്. ഉപവാസ സമയത്തെ നീട്ടാൻ പോവുകയാണ്. മക്കളുടെ സുവിശേഷം സമയത്തെ ഞാൻ വേർതിരിക്കാൻ പോവുകയാണ്. ഇന്ന് അപ്പോൾ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പകൽക്കാലം എത്ര പേർക്ക് ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർക്ക് ആരാധനയിൽ പങ്കെടുക്കാൻ ഇഷ്ടമല്ല. ഹല്ലേലൂയ. കാരണം എന്താണ്? അവർ മരിച്ചവനാ. അവർ ക്രൂശിക്കുന്ന വിശ്വാസപ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഇഷ്ടമല്ല. അവർ മരിച്ചവനാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ അവസ്ഥകൾക്ക് ഒരു വ്യത്യാസം വരുത്തട്ടെ. ഹല്ലേലൂയ. ദുഷ്കാലമാണ് ദൈവമക്കളെ. നാളെ എന്ത് നടക്കുമെന്നോ എന്ത് സംഭവിക്കുന്നുവെന്നോ നമുക്കാർക്കും കാണുവാനോ അറിയുവാനോ കഴിയുന്നില്ല. പക്ഷേ ഒരു ദൈവം ഇതിനൊരു പ്രത്യാശയുണ്ട്. എന്റെ അരികമാണെന്റെ പരമാസന്നമായിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കൊരു പ്രത്യാശയുണ്ട്. കർത്താവ് വരുന്ന താമസമെങ്കില് ഞാൻ കർത്താവിന്റെ സന്നിധി കാണപ്പെടുമ്പോൾ എത്ര പേര് ഇതുപോലെ ആ പ്രത്യാശയുള്ള ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർത്തു നോക്കിയേ, ഒരു സമയത്ത് നമ്മൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും വചനം വായിക്കുമായിരുന്നു. ഹല്ലേലൂയ. ഡ്യൂട്ടിക്ക് കടന്നു പോകുമ്പോൾ വചനം വായിച്ച് പ്രാർത്ഥിച്ചിട്ട് കടന്നു പോകുന്നവരുണ്ട്. ഹല്ലേലൂയ. ഹോസ്റ്റലിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവർ രാവിലെ എഴുന്നേറ്റ് വചനം വായിച്ച് പഠിച്ച് ഹല്ലേലൂയ പ്രാർത്ഥിച്ചിട്ട് കടന്നു പോകുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവമക്കൾ ഈ ദിവസങ്ങളിൽ മടങ്ങിപ്പോയതിനെ ഒന്ന് മടക്കി കൊണ്ടുവരുന്ന അവസരങ്ങളാക്കി തീർക്കട്ടെ. എത്ര പേർക്ക് ഇത് പകൽക്കാലം ആ ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീരും. ആ വായിച്ച വാക്യത്തിലേക്ക് എല്ലാവരും വായിച്ചേ. വായിച്ച വാക്യം അത് നോക്കി മരിച്ചവരും മൗനതയിരിക്കുന്ന ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അന്നേരം മരിച്ചവരാണ് മൗനതയിരിക്കുന്ന ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കുന്നവർക്ക് അല്ലെങ്കിൽ സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ ഇന്ന് പകൽക്കാലം സ്തുതിക്കുവാൻ, ആ ദൈവത്തെ മഹത്വം കരയേറ്റുവാൻ ദൈവകരങ്ങൾ നമ്മളെ തന്നെ സമർപ്പിച്ചാൽ ഒരു നിമിഷം എല്ലാവരും ദൈവസന്നിധിയിൽ സമർപ്പണത്തോടെ കർത്താവേ അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾ അടുത്ത് വരുന്നു എന്ന് ഒരു നിമിഷം ഒന്ന് സമർപ്പണത്തോടെ ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ചാൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. തീഷ്ണതയോടെ നമ്മൾ പലരും ആരാധനയിൽ പങ്കെടുക്കുമായിരുന്നു. ഇന്ന് പക്ഷെ നമ്മുടെ ആരാധനകൾക്ക് സമയം അതിനു വേണ്ടിയില്ല. തീഷ്ണതയോടെ നമ്മൾ ദൈവത്തിലേക്ക് കടന്നിലൊഴുക്കുമായിരുന്നു. ഇന്ന് നമുക്ക് അതിന് സമയം ലഭിക്കുന്നില്ല. തീഷ്ണതയോടെ ദൈവപാദപീഠത്തിൽ കരയുമായിരുന്നു. അത് നമുക്ക് സമയമില്ല. എന്ന് മുതൽക്കാലം ഓർക്കണം, നീ മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ദിവസങ്ങൾ ദൈവത്തിന് ഹല്ലേലൂയ, ഹല്ലേലൂയ ആത്മീയമായ വിശപ്പും ദാഹവും അവരെ ഭരിച്ചിരിക്കുകയാണ്. ഇത് മുതൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പകൽക്കാലമായി തീരട്ടെ. എല്ലാവരും ദൈവസ്ഥലത്തിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. ആരും മൗനമായിരിക്കാതെ ഇത് മുതൽക്കാലത്തിന്റെ ആരാധനയ്ക്ക് ദൈവ സാന്നിധ്യം വരണമെന്ന് ദൈവസ്ഥലത്ത് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരും ബലഹീനരായി മാറുമ്പോൾ, പലരും രോഗികളായി തീരുമ്പോൾ, പലരും ഭാരത്തോട് പ്രയാസത്തോട് വേദനയിൽ കൂടി കടന്നു പോകുമ്പോൾ ഓർത്തുകൊള്ളണം, ഹല്ലേലൂയ ആരാധന ദിവസങ്ങളിൽ അല്ല വർദ്ധിപ്പിക്കുന്ന നിന്റെ പ്രാർത്ഥന, നിന്റെ ഉപവാസ ദിവസങ്ങളെ വർദ്ധിപ്പിക്കുന്ന ദിവസങ്ങളാക്കി സ്വർഗ്ഗം തീർക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 42 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഓരോരുത്തർമാർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ഞാനെപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയായി എന്നതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും വാഞ്ച, നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യാശ എന്നാണ്. ഓരോരുത്തരും പറയുന്ന പോലെ ദൈവമേ, എന്റെ ആത്മാവിനോട് ചേരുവാൻ കാക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഞാനെപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയായി എന്നുള്ള ഒരു വാഞ്ച നമുക്കുണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ഇത് പകൽക്കാലം ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തന്നെ തന്നിരിക്കുന്ന ജീവിതകാലമല്ല, കർത്താവിനെയാണ് ദൈവത്തിന്റെ സ്നേഹം അറിഞ്ഞ് ദൈവകൃപയറിഞ്ഞ് ഈ ദിവസത്തിൽ മുന്നേറുന്ന ഒരു പകൽക്കാലമായി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ നാലാമതായി നമുക്ക് 2 കൊരിന്ത്യർക്കെതിരെ ലേഖനം
2-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം വായിച്ചാൽ മരിച്ചു കാണാം. ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്ക് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസന തന്നെ. എന്നാൽ ഇതിന് ആര് പ്രാപ്തൻ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 2 കൊരിന്ത്യർക്ക് ലേഖനം 2-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയെന്ന് അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായിട്ട് കൊരിന്ത്യർ ലേഖനത്തിൽ കാണുവാൻ കഴിയുന്നു. എന്താണ്? രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും നാം ക്രിസ്തുവിന്റെ സൗരഭ്യവാസന പരത്തുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ക്രിസ്തുവായിരുന്ന സമയത്ത് കർത്താവ് പറഞ്ഞ കാര്യമുണ്ട്. എന്താണ്? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ലോകത്തിൽ വെളിച്ചമായിരിക്കണം. നാം ഒരു ദൈവഭക്തനായെങ്കിൽ വെളിച്ചമുള്ളവനായിരിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നതായി കാണുവാൻ. ഒരു വ്യക്തി ആത്മികമായി മരിക്കുമ്പോൾ അവനെ തിരിച്ചറിയുവാൻ കഴിയും. എന്നാൽ ആത്മീയമായ മരിച്ച വ്യക്തി മറ്റുള്ളവരെ മരണത്തിലേക്ക് നയിക്കുന്നവനായിരിക്കും. ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയും. മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസനയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയുന്ന യേശു ലാസറിന്റെ കല്ലറയെടുത്ത് ചെല്ലുമ്പോൾ കർത്താവേ ലാസർ മരിച്ചു 4 നാളായി നാറ്റം വെച്ചു എന്ന് പറഞ്ഞതായി നമ്മൾ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് മാർത്ത ദൈവമക്കൾ ജീവിതത്തിൽ നാറ്റം വമിപ്പിക്കുന്നവരായി തീരരുത്. മറ്റുള്ളവർക്ക് നാമം വേണം. പ്രൈസ് ദി ലോർഡ്. ഒരു സൗരഭ്യവാസന പരത്തുന്നവരായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം കർത്താവേ ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമമിടുകയാണ്. ഹല്ലേലൂയ. എന്നാൽ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും നാം ക്രിസ്തുവിന്റെ സൗരഭ്യം പരത്തുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കാലത്ത് നാം ദൈവത്തെ അറിയാത്തവരും ഈ ലോകത്തിന്റെ പാപത്തിനും ഹല്ലേലൂയ അടിമപ്പെട്ടവരായിരുന്നെങ്കിലും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തന്റെ കരുണയാൽ ദൈവത്തിന്റെ സ്നേഹത്താൽ കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ച് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാൽ നമ്മളെ നിർത്തിയെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തോടെ നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ കുട്ടികൾ എല്ലാവരും ദൈവസന്നിധിയിൽ ഒരു വാക്യം വായിക്കാം. ഉത്തമഗീതത്തിന്റെ പുസ്തകം കടന്നു വരുമ്പോൾ 6-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം വായിച്ചു. താമരപ്പൂക്കളെ പറിക്കുവാനും കാണുവാൻ കഴിയുന്ന ദൈവമക്കൾ ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ളതായ ക്രിസ്തുവിന്റെ സൗരഭ്യവാസ പരത്തുന്നവരായിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് നമ്മുടെ സുഗന്ധം ലോകം മുഴുവനും പരത്തുന്നതായിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് താമരപ്പൂക്കളെ പറിക്കുവാൻ പ്രിയം തന്റെ തോട്ടത്തിൽ സുഗന്ധ പുഷ്പങ്ങളുടെ ഇടയിലിറങ്ങി വരുന്നു. അവിടെ മറ്റു ഒരുപാട് പുഷ്പങ്ങളുണ്ട്. എന്നാൽ അതൊന്നും പ്രിയൻ ആഗ്രഹിച്ചില്ല. ഹല്ലേലൂയ. വാസന കൊടുക്കുന്ന സൗരഭ്യം കൊടുക്കുന്ന വിശേഷമായ പുഷ്പത്തോടാണ് തന്റെ പ്രിയൻ ആഗ്രഹമെങ്കിൽ ഇന്ന് പകൽക്കാലം നാം മറ്റുള്ളവർക്ക് ഒരു സൗരഭ്യം കൊടുക്കുന്നവരാണെങ്കിൽ, നാം മറ്റുള്ളവർക്ക് ഒരു സൗരഭ്യം പരത്തുന്നവരാണെങ്കിൽ നമ്മൾ ക്രിസ്തു ആകർഷിക്കുവാനിടയായി തീർന്നപ്പം മറ്റുള്ളവർ നമ്മളിലേക്ക് ആകർഷിക്കുവാനിടയായി തീരണം. ഒരുപാട് പുഷ്പങ്ങൾ ആ തോട്ടത്തിലുണ്ട്. എങ്കിലും സൗരഭ്യം പരത്തുന്ന ആ പുഷ്പത്തോട് മാത്രമാണ് നമ്മുടെ പ്രിയന് താല്പര്യമെങ്കിൽ ഇന്ന് കാലം എന്റെ ദൈവമേ പണ്ട് നാം ആരായിരുന്നോട്ടെ എന്തുമായിരുന്നോട്ടെ എങ്ങനെയുമായിരുന്നോട്ടെ ക്രിസ്തുവിന്റെ സൗരഭ്യവാസന നാം പരത്തിയപ്പോൾ ആ കർത്താവിന്റെ ജീവനിലേക്ക് നമ്മളെ കർത്താവ് അടുപ്പിക്കുവാനിടയായി തീർന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ ദൈവത്തെ പ്രാർത്ഥിക്കാം. പ്രിയ ദൈവത്തിന്റെ മകനേ, നിന്റെ ജീവിതം ഒരു സൗരഭ്യവാസനയായി മാറട്ടെ. തന്റെ പ്രിയന്റെ തോട്ടത്തിലേക്ക് അടുപ്പിക്കുന്ന ദിവസങ്ങളായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തോട് സ്തുതിക്കുന്നു. 5-ാമത്തെ കാര്യം ഇവിടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഹല്ലേലൂയ. 6-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം വായിച്ച് 6-ന്റെ 5
മരണത്തിൽ നിന്നെ കുറിച്ച് ഓർമ്മയില്ലല്ലോ. നിനക്ക് സ്തോത്രം ചെയ്യും. ഒരു വ്യക്തിക്ക് ആത്മീയ മരണം സംഭവിച്ചാൽ അവൻ ദൈവത്തെ മറക്കുന്നവനായി തീരും. ഒരു വ്യക്തിക്ക് ആത്മീയ മരണം സംഭവിച്ചാൽ അവൻ ദൈവത്തെ എന്ത് ചെയ്യും? മറക്കുന്നവനായി തീരും. ദൈവത്തെ ചിന്തയോ വിചാരമോ അവനില്ല. അതുകൊണ്ടാണ് സത്യത്തിന് കാണുന്നത് മരണത്തിൽ നിന്നെ കുറിച്ച് ഓർമ്മയില്ലല്ലോ. പാതാളത്തിൽ നിനക്ക് സ്തോത്രം ചെയ്യും. ആത്മീയമായി മരിക്കുമ്പോൾ അവന്റെ ദൈവജീവൻ അവനെ വിട്ടു പോകുവാനായി തീരും. ആത്മീയ ജീവൻ അവന്റെ ജീവിതത്തിൽ അത് വിട്ടു പോകുവാനായി തീരും. ദൈവം നൽകിയ നന്മകൾ അവൻ പാടേ മറന്നു കളയും. പിന്നെ അവനെല്ലാം മറന്നു കളയുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുവാൻ കഴിയുന്നത് ജീവനുള്ളവരെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ ആരാ? നീ മരിച്ചവനാ. ഉണർന്നുകൊള്ളുക. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഇത് കാലം കേൾക്കപ്പെട്ട വചനത്തിന്റെ പോലെ നമ്മളെ തന്നെ സമ്പൂർണ്ണമായ ദൈവജനങ്ങളിൽ ഏൽപ്പിക്കാം. സമയം അതിവേഗം നമുക്ക് ഒരു നിമിഷമെല്ലാം കട്ടുകൾ ദൈവസ്ഥ വെച്ച് എല്ലാവരും കുട്ടിമേലിരുന്നേ. ഇത് കാലം കർത്താവേ മരണം നമ്മെ വിട്ട് നീങ്ങിപ്പോകുവാൻ മരണത്തിന്റെ വാസന നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. മരണത്തിന്റെ വാസന നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. ദൈവത്തിന്റെ ജീവിതം വാഴുവാൻ സമൃദ്ധിയായി ദൈവത്തിന്റെ ജീവൻ പ്രാപിച്ച് ജീവനിൽ മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. എല്ലാ കണ്ണുകളും ദൈവസ്ഥ വെച്ച് കൂട്ടിമിരുന്ന് അല്പസമയം ദൈവസ്ഥയെ പ്രാർത്ഥിച്ചാൽ കർത്താവേ ഇതുപോലെ കാലം ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു. അല്ലെങ്കിൽ ചാവാറായ ശേഷിപ്പുകള് ഇതുപോലെ കാലം ഞങ്ങൾക്ക് ശക്തീകരിക്കട്ടെ. ഇതുപോലെ കാലം മരിച്ചവരിൽ നിന്ന് ഇതുപോലെ ക്രിസ്തുവിന്റെ മേൽ പ്രകാശിക്കട്ടെ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അല്പസമയം ദൈവത്തെ ആരാധിക്കട്ടെ. നമ്മുടെ കരങ്ങളെ തട്ടി എല്ലാവരും ദൈവത്തെ സ്തുതിക്കട്ടെ. നമ്മുടെ ആരാധന ദൈവത്തിന് പ്രസാദമായി മാറട്ടെ. നമ്മുടെ ആരാധന ദൈവത്തിന് പ്രസാദമായി അല്പസമയം ദൈവത്തെ ആരാധിച്ചാടുന്ന ആരാധന കർത്താവിന് പ്രസാദമായി മാറട്ടെ. ദൈവം